അമ്മിണി, അമ്മ നിനക്ക് ഒന്നും തന്നില്ലേടി? അമ്മേ, സന്തോഷിന്റെ അമ്മ തന്നതാ. കല്യാണി ചേച്ചി തന്നില്ലേ മോനെ? നാളെ തരാന്ന് പറഞ്ഞു. മോൻ ആടിന് തീറ്റ കൊടുക്ക്. പിണ്ണാക്കുള്ള അമ്മ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുളിച്ചിട്ട് വാ, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ട. ശരി അമ്മേ. മോനെ, അമ്മ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വാതിലും പൂട്ടി സ്കൂളിലേക്ക് പോയിക്കോ. വൈകുന്നേരം കല്യാണിക്ക് പുല്ല് കൊടുക്കുമ്പോ അമ്മണിക്കും കൊടുക്കണേ. ശരി അമ്മ. പ്രാർത്ഥിച്ചിട്ട് പോവാമോ മോനെ? പിന്നെ മോനെ, മോൻ പോകുമ്പോ ആ പാട്ടയിലുള്ള 50 രൂപ എടുത്ത് പലചരക്ക് കടയിൽ കൊടുത്തേക്കൂട്ടോ. ബാക്കി അമ്മ തരുമെന്ന് പറഞ്ഞാ മതി. വേഗം കഴിക്കും മക്കളെ, ഓട്ടോ വരെ സമയായില്ലേ. അവര് കഴിക്കട്ടെ. സന്ധ്യ ആരാ നോക്കി? ജോളി ചേട്ടനായിരിക്കും പപ്പ. ഇതാരാ ഇത്? ജോളി പോലോ? കേറി വാ. ജോളിയോ? വായിരിക്കെ, കാപ്പുടിക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാലും ഒരു ഇഡ്ലി കമ്പനിക്ക് വേണ്ടി. വേണ്ട രാജേഷേ. ഇവരിപ്പോ റെഡിയാവും. മോനിരിക്കെ. ഇരിക്കും മോനെ. എനിക്ക് മതി പപ്പ. അത് പറ്റില്ല. പപ്പയ്ക്ക് വേണ്ടി ഒരു കഷ്ണം കൂടി. പപ്പയ്ക്ക് എപ്പോഴും മോളോടാ ഇഷ്ടം. പപ്പയുടെ ഒരു പുന്നാര. നിങ്ങളുടെ ഓട്ടോ എത്തിയില്ലല്ലോ. ഇന്ന് പപ്പ ആദ്യം. എന്റെ ബാഗ് ഫയൽ എടുത്തു. വാ. ടാറ്റ പപ്പ. വാ മക്കളെ. വേഗം വാ. രാജേട്ടാ, ഈ കുട്ടി ഏതാ? ഇവൻ ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ വരുന്നത്. ഇവിടെ സ്ഥലമില്ല. ജോളി മുമ്പ് കയറട്ടെ. അവൻ കയറണ്ട, നടന്നു വന്നാ മതി. കൊറേ കാലമായി ലോസിന് കയറണത്. താൻ എന്തായി പറയുന്നേ? ജോളിയെ കേട്ടില്ലേ ഞങ്ങളും വരുന്നില്ല. രാജി ഇറങ്ങാനാ പറഞ്ഞേ. എന്താ രാജ? ഒന്നുമില്ല ചേച്ചി, ഇന്നു മുതൽ ഒരു കുട്ടിയുടെ കൂടുതലുണ്ട്. അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല. ഇപ്പൊ തന്നെ ഓവർലോഡാ. കുട്ടികൾ എന്തിനാ പിണങ്ങി നിക്കണ രാജ? അത് സന്ദേശിച്ച് ഞാൻ ഈ ചെക്കനോട് നടന്നു വന്നോളാൻ പറഞ്ഞു. സ്ഥലമില്ലാഞ്ഞിട്ടാ. അതല്ല മമ്മി, ഇയാള് ജോളിയോട് പറയാ ഓസിന് വരണ്ടാന്ന്. ഇങ്ങനെയാണോ രാജ കുട്ടികളോട് പെരുമാറുന്നത്? എന്താ രാജ, ജോളിമോനെ കൊണ്ടാവാൻ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല ചേച്ചി. വല്ലവന്റെ കൈയും കാലും പിടിച്ചാ ഞാൻ ഈ വണ്ടിയും കൊണ്ട് വരുന്നു. ഇതെന്റെ കുടുംബത്തിന്റെ വയറ്റിപ്പഴപ്പാ. ഞാൻ കൊണ്ടുപോയിക്കോളാം. പൊന്നുപോലെ കൊണ്ടുപോവാം. ജോളിമോൻ കയറ്, മോളും കയറിക്കോ. കയറ് മോനെ, ബെല്ലടിക്കാൻ സമയമാവണോ. കേറ്. രാജേഷ് മുന്നിൽ കയറിക്കോളൂ. നോയിക്കോണേ രാജ. ശരി ചേച്ചി. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ്.
മാഷിന്റെ ഏകാഗിയെന്ന കവിത നന്നായിരിക്കുന്നു. താങ്ക് യു. ജയന്തി ടീച്ചറും ലിസി ടീച്ചറൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത്. ടീച്ചറിനെ പോലുള്ളവർ നന്നായി എന്ന് പറയുമ്പോ മനസ്സിനൊരു സുഖമുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ടീച്ചർ കവിതകളൊക്കെ വായിക്കാറുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. അങ്ങനൊന്നുമില്ല, കുറച്ചൊക്കെ. ടി വി വന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ വായനാശീലം വളരെ കുറഞ്ഞു അല്ലേ? മാഷ് പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ് എവരിബഡി. ആഹാ, ചിത്രം നന്നായിട്ടുണ്ടല്ലോ. ബഷീർ ആയിരിക്കും ചിത്രകാരൻ. ബഷീർ ഇതുവരെ പൂച്ചയെന്ന് എഴുതാൻ പഠിച്ചില്ലേ? ബഷീർ ആ ബോർഡ് തുടക്കേ. അനിൽ കെ വി പ്രസന്റ് ടീച്ചർ. അനുരാധ പി എസ് പ്രസന്റ് ടീച്ചർ. ടീച്ചർ ഒരു എന്താ മിനിറ്റ്. മുകുന്ദ? ഒരു മിനിറ്റ്. ടീച്ചർ ഒന്ന് സഹായിക്കണം. അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. ഒരു 250 രൂപ വേണം. അത്രയും ഉണ്ടാവുന്ന തോന്നുന്നില്ല. എന്നാലും നോക്കട്ടെ. ഈ ക്ലാസ് കഴിയുമ്പോ മുകുന്ദൻ ടീച്ചേഴ്സ് റൂമിലേക്ക് വരൂ. ശരി ടീച്ചറെ. മുകുന്ദൻ ഇന്ന് എന്ത് പറ്റി? എച്ച് എം ആണല്ലോ ഇന്ന് ബെല്ലടിച്ചത്. ചെല്ലയല്ലേ, എച്ച് എം വലിയ കോപത്തില്ല. ഇന്നെന്താ മുകുന്ദ ലീവാണോ? അല്ല, പറ്റിയാൽ ഒപ്പിടും, അല്ലെങ്കിൽ ലീവാകും. ഏതായാലും HM കാണട്ടെ. സാർ. ഓ വന്നോ? എവിടായിരുന്നു ഇതുവരെ? താൻ എന്ത് കരുതി? തോന്നുമ്പോ കയറി വരാൻ ഇതെന്താ സത്രമാണോ? സാർ അത് ഒന്നും കേക്കണ്ട. ഇന്നെങ്കിലും എനിക്കൊന്ന് അറിയണം, ഞാനാണോ താനാണോ ഇവിടുത്തെ പ്യൂൺ? സാർ ഒരു പ്രശ്നം. എന്നാടോ തനിക്ക് പ്രശ്നമില്ലാത്തത്? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തനിക്ക് അറിയണ്ടല്ലോ. ട്രഷറി പോണം, AEO ഓഫീസിൽ പോണം, എല്ലാറ്റിനും ഞാൻ ഒരാളുണ്ട്. താൻ എന്താടോ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നേ? എടോ മുകുന്ദ, ഈ ഫയലുകൾ അത്യാവശ്യമായി AEO ഓഫീസിൽ എത്തിക്കണം. ശരി സാർ. താൻ ഒപ്പിട്ടിട്ട് പോകോ. എത്രയായി? 16. 4 കൂടെ എടുത്തോ. ആ. അല്ല മേരി, ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുക. നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ. അതെങ്ങനെ വല്ലതും കഴിച്ചാലല്ലേ? നിന്നോട് ചോദിച്ചോ? നീ നിന്റെ പണി നോക്ക്. മേശ്വരിയോട് നല്ലതും പറയാൻ പാടില്ല, ചീത്തയും പറയാൻ പാടില്ല. മേരി കുഞ്ഞെ, പനമ്പ് വർക്ക് ചെയ്തൊരു ആടിനെ കൊടുക്കാനുണ്ട്. നല്ല കറവയുള്ള ഇനമാ, വാങ്ങി കെട്ടിക്കൂടെ? വേണ്ട മേസ്ത്രി, ഒരെണ്ണം ഉള്ളതിനെ തന്നെ മോനാ നോക്കി നടത്തുന്നത്. അത് കാരണം കൊച്ചിന് പഠിക്കാൻ കൂടി സമയം കിട്ടുന്നില്ല. എത്ര നാളാന്ന് വെച്ചാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക്? കൂട്ടിനൊരാള് വേണ്ടേ മോളെ? എനിക്കാരും വേണ്ട മേസ്ത്രി. എനിക്കെന്റെ മോനുണ്ട്. എങ്ങനെ അവനെ പഠിപ്പിച്ച് ഒരാളാക്കണം. അതുവരെയും കർത്താവിനെ ജീവനോട് വെച്ചാ മതി. കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടില്ല മോളെ. നിന്റെ വിഷമങ്ങളൊക്കെ ഒരിക്കൽ തീരും. വറിയതുണ്ടായിരുന്നപ്പോ എങ്ങനെ കഴിഞ്ഞ കുടുംബ കാലൻ ടിപ്പർലോറിയുടെ രൂപത്തിലല്ലേ അവനെ കുഴിയിലാക്കിയത്. പാവം. ഒക്കെ വിധിയാടോ. കർത്താവ് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും. ഞാനൊന്ന് സിമന്റ് വരെ പോയിട്ട് വരാം. ജോളി
അമ്മ എന്നോട്ടതാ. ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. സാറിന് സുഖമില്ലാന്ന് പറഞ്ഞു. നീ കഴിക്ക. ഇപ്പൊ വേണ്ടടാ, ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. ജോളിയേട്ട ഈ അമ്മിണിയോട് കുത്തുവോ? ഏയ്, ഇവള് പാവോ. എന്നാ ഞാൻ പിടിച്ചോട്ടെ. നിന്റെ അമ്മ വരാറായോ? ഇരുട്ടുന്നതിന് മുമ്പ് വരും. എടാ, ഈ സൈക്കിളിന് എത്ര രൂപ? ആവോ, എനിക്കറിയില്ല. പപ്പ വാങ്ങി തന്നതാ. അയ്യോ ചേട്ടാ, അമ്മ. അയ്യോ, ചോര. സാരമില്ല. കരയാതെ മോളു. നീറ്. അയ്യോ വേണ്ട. നീറുവോടാ? ഇല്ലടാ. ഇപ്പൊ നീറുന്നുണ്ടോ? ഇല്ല. ഇതാ ഞാൻ ഇവളെയും കൊണ്ട് വരാത്ത. മമ്മി ഇനി എന്നെ വഴക്കു പറയും. വാ പോവാ. ചേട്ടാ കുറച്ച് കഴിഞ്ഞ് പോവാൻ. വാ മോളൂട്ടി. ചേട്ടാ ചേട്ടാ. പിന്നെ വരാടാ. മോൻ ഇത് കഴിച്ചിട്ട് പഠിച്ചോ. അമ്മ കുളിച്ചിട്ട് വരാം, എന്നിട്ട് ചോറുണ്ടാക്കാം. അമ്മേ, രാജേഷൻ രാജേന്ദു വന്നിരുന്നു. കുറച്ച് പലഹാരം തന്നിട്ട് പോയി. മോൻ കഴിച്ചോ അത്? അമ്മ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. മോൻ കഴിച്ചിട്ട് ബാക്കി അമ്മയ്ക്ക് വെച്ചാ മതി. രാജേന്ദു ഒന്ന് വീണമ്മേ. എന്നിട്ട് അമ്മിണിയെ പിടിക്കണമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ അമ്മിണി അവളെ പിടിച്ചു വലിച്ചു. വല്ലതും പറ്റിയോ? മുട്ടിലെ തൊലി കുറച്ചു പോയി. ഞാൻ അപ്പച്ചാറ് വെച്ചു കൊടുത്തു. രാജേഷ് അവളെ വഴക്ക് പറഞ്ഞോ? മമ്മി അവനെ വഴക്കുറയെന്നും പറഞ്ഞ് വിഷമിച്ച അവൻ പോയത്. കുസൃതി പെണ്ണ്. ആ പാവത്തിന് കഷ്ടപ്പെടുത്തും. മോനിരുന്ന് പഠിച്ചോ. മോൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആ ഡ്രൈവർ പറഞ്ഞത് ശരിയല്ലേ? വല്ലവരുടെയും കയ്യിന്ന് വാടകയ്ക്കെടുത്തല്ലേ അയാള് വണ്ടി ഓടിക്കുന്നത്. നിന്റെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണെങ്കി ആ കാശ് അയാൾക്ക് കിട്ടില്ലേ മോനെ? അമ്മ, ഞാൻ നടന്നു പോവാന്ന് പറഞ്ഞതാ. മമ്മിയാ വന്നിട്ട് വണ്ടി കയറാൻ പറഞ്ഞേ. മോനെ, സന്ധ്യേച്ചിയും സാറും മക്കളും ഒക്കെ എത്ര നല്ലവരാ. അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുത്. മതി അമ്മേ. പോരാ, കുറച്ചുകൂടി കഴിക്കണം. മറ്റൊരാളുടെ സ്നേഹം പോലും ചോദിച്ചു മേടിക്കാനുള്ള അവകാശം നമുക്കില്ല മോനെ. കിട്ടുന്നതെല്ലാം കർത്താവ് തരുന്നതാണെന്ന് വിചാരിച്ചാ മതി. അമ്മേ, കരയല്ലേ അമ്മേ. മോനോട് അമ്മ ഒരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അമ്മ മോനെ പഠിപ്പിക്കാം. അഭിമാനം മാത്രമാണ് മോനെ നമുക്കിന്ന് ആകെ കൂടിയുള്ള സമ്പാദ്യം. അതും കൂടി പോയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരാളുടെയും പണത്തിനോ സഹായത്തിനോ നീ ആഗ്രഹിക്കരുത്. മോൻ എന്ത് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാ മതി. എന്നെ കൊണ്ടാവുന്നതെല്ലാം എന്റെ പൊന്നിനു വേണ്ടി ഞാൻ ചെയ്തു തരും. തലയ്ക്ക് ചുമടേറ്റി അമ്മയുടെ തലയും നടുവും തളരുമ്പോഴേക്കും എന്റെ മോൻ പഠിച്ച് വലിയൊരാളാവണം. കുറച്ചുകൂടി ചോറ് തരട്ടെ? മതി അമ്മേ, വയറ് നിറഞ്ഞു. ചെല്, മോൻ വാ കഴിയിട്ട് വാ. ചെല്. ഇന്നിനി പഠിച്ചത് മതി. വാ, മോൻ കിടന്നോ. അമ്മ ഒരു ചിട്ടി വിളിച്ചിട്ടുണ്ട്. അത് കിട്ടുമ്പോ മോനൊരു സൈക്കിൾ വാങ്ങിത്തരാം. അപ്പൊ എനിക്ക് പാലും കൊണ്ടുകൊടുക്കാം, സ്കൂളിലും പോവല്ലേ അമ്മേ?
എന്റെ മോൻ നാളെ മുതല് നടന്നു പോയാ മതി. രാജേഷ് സമ്മതിക്കില്ല അമ്മേ. അവന്റെ കൂടെ പോയില്ലെങ്കിൽ അവൻ പിണങ്ങും. രാജേഷിനോടും മമ്മിയോടും അമ്മ പറഞ്ഞോളാം. ശരി അമ്മേ. കിടന്നു. നാളെ സ്പെഷ്യൽ ഫീസ് കൊടുക്കണ്ടേ മോനെ? കൊടുക്കണം. അമ്മ തരാട്ടോ. എനിക്ക് അവകാശപ്പെടാൻ നീ മാത്രല്ലേ ഉള്ളൂ മോനെ.